തന്റെ ശബ്ദം ചാരിറ്റിക്കായി നീക്കിവെച്ച കലാകാരനാണ് സന്തോഷ് കാവുമ്പായി. ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന കലാകാരൻ. തന്റെ നേതൃത്വത്തിലുള്ള 9 പേരടങ്ങുന്ന ഗായക കൂട്ടമാണ് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ നന്മ സംഗീത കൂട്ടായ്മ. ഇതിനോടകം 22 ഗുരുതര രോഗികൾക്കായി 1500 മണിക്കൂർ തെരുവിൽ പാടി സന്തോഷ് കാവുമ്പായുടെ നന്മ സംഗീത കൂട്ടായ്മ. ഇതിനോടകം 40 ലക്ഷത്തോളം തുക നിർധന രോഗികൾക്കായി നൽകിക്കഴിഞ്ഞു. മികച്ച ശബ്ദത്തിനുടമയാണ് സന്തോഷ്. കണ്ണൂർ സംഘകലയിലും വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച കൽപ്പണിക്കാരനായും സന്തോഷ് ജീവിതവേഷം ഇടുന്നു. തന്റെ ശബ്ദം കൊണ്ട് ആരെയും സഹായിക്കാൻ സന്തോഷ് കാവുമ്പായി എന്നും മുന്നിലായുണ്ട്. സംഗീതം അഭ്യസിച്ചിട്ടില്ല. ആൽബങ്ങളും സംഗീത വീഡിയോകളും ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ആൽബങ്ങൾ ഇനിയും പുറത്തിറങ്ങാൻ കിടക്കുന്നു. ഇപ്പോൾ അവസാനമായി ഇരിട്ടിയിൽ വെച്ച് ആരംഭിച്ച ഗുരുതര വൃക്കരോഗം ബാധിച്ച അനഘയ്ക്ക് വേണ്ടിയുള്ള ചികിത്സാ സ്വരൂപീകരണത്തിലേക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പാടുകയാണ് സന്തോഷും സംഘവും. 50 മണിക്കൂർ ഗാനമേളയാണ് സന്തോഷും നന്മ കൂട്ടായ്മയും അനഘയ്ക്ക് വേണ്ടി പാടുന്നത്. ഈ ചികിത്സാ നികുതിക്കായി പാടിക്കിട്ടിയ തുക ഇന്ന് ശ്രീകണ്ഠപുരത്തെ സംഗീത പരിപാടിക്ക് ശേഷം ചികിത്സാ കമ്മിറ്റിക്ക് തുക കൈമാറി. നമസ്കാരം, സന്തോഷ് കാവുമ്പായിയാണ്. ഇത്തവണ നമ്മൾ 50 മണിക്കൂർ സംഗീതയാത്ര നടത്തിയിരിക്കുന്നത് ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിലെ ഐച്ചേരി വാർഡിൽ താമസിക്കുന്ന അനഘമോൾക്ക് വേണ്ടിയാണ്. 50 മണിക്കൂർ സംഗീതയാത്രയിലൂടെ നമ്മൾ ഏകദേശം 1,70,70,000 രൂപയ്ക്ക് മുകളിൽ നമുക്കിന്ന് നമ്മൾ ചികിത്സാ കമ്മിറ്റിക്ക് കൊടുക്കാൻ കഴിയും. സഹായിച്ച് എത്രയോ ആളുകളെ നമ്മൾ നിരന്തരം സഹായത്തിന് വേണ്ടി നമ്മളെ സമീപിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊക്കെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. 50 മണിക്കൂർ ശ്രീകണ്ഠപുരം നന്മയുടെ സഹായം, അത് നമുക്ക് ശ്രീകണ്ഠപുരം നന്മയുടെ ഓരോ കലാകാരനും അവരുടെ ശ്വാസം നിലയ്ക്കുന്നത് വരെ അവർക്ക് തീരെ നിവൃത്തിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടി നമ്മളെ കൊണ്ട് പറ്റുന്ന പോലുള്ളൊരു സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. 39 ലക്ഷം രൂപ 21 കുടുംബങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു ശ്രീകണ്ഠപുരം നന്മ. ഇത് ഈ അനഘമോള് നമ്മുടെ 22ാമത് രോഗിയാണ്. അപ്പോൾ നമുക്ക് സഹായിച്ചവർക്കാർക്കും നന്ദിയില്ല. കാരണം നമ്മളെ സമൂഹത്തിൽ വേദനിക്കുന്നവരെ സഹായിക്കേണ്ട ബാധ്യതയും ഉത്തരവാദിത്വവും നമ്മുടെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവർക്കും, സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും എല്ലാവർക്കും ശ്രീകണ്ഠപുരം നന്മയുടെ സ്നേഹം. ശ്രീകണ്ഠപുരം CI ആണ് തുക കൈമാറിയത്. സാധാരണക്കാരനായി ചെങ്കൽ നിർമ്മാണ തൊഴിലിന് ഇടയിലും സന്തോഷിന്റെ ഈ ശബ്ദം അവശത അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമാകുകയാണ്. ന്യൂസ് ബ്യൂറോ, ശ്രീകണ്ഠപുരം.